അപ്പൊ പരിപാടി നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് പോത്തിന്റെ തല, അത് ഫ്രൈ ചെയ്യലാണ്. അതായത് പോത്തിന്റെ തല എന്ന് പറഞ്ഞ പോത്തിന്റെ തല തന്നെയാണ് ഇട്ടത്. ഒന്നാം തരം തലയാണ്, തലച്ചോറ്. തലല്ല, തലനുള്ളിലുള്ള ചോറാണ് തലച്ചോറ്. അപ്പൊ അതാണ് ഇത് സംഭവം. അപ്പൊ അന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് ഇതാണ് സംഭവം. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ബാക്കി അപ്സര പറഞ്ഞോളൂ. ഇത് വെച്ചിട്ട് എന്താണ് ഐറ്റം ഉണ്ടാക്കുന്നത്? ഇത് നമ്മൾ ഫ്രൈ ചെയ്യും, സൂപ്പറായിട്ട് ഫ്രൈ ചെയ്യും. ആരും കാണിക്കാത്ത ഒരു കിടിലൻ സംഭവമായിരിക്കും ഇത്. പോത്തിന്റെ തലച്ചോറ് കഴിച്ചാല് പല ഗുണങ്ങളും ഉണ്ടെന്നാണ് കാരണന്മാരൊക്കെ പറഞ്ഞിരുന്നത്. നമ്മളെ പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാല് ഒരു പല്ലുവേദന ഉണ്ടായാൽ, തലവേദന ഉണ്ടായാലും പോത്തിന്റെ തലച്ചോറ് മേടിച്ചു കൊണ്ടുവരാ, അല്ലെ ആട്ടിന്റെ തലച്ചോറ് കിട്ടുമോ നോക്കി എന്നൊക്കെയാണ് നമ്മൾ പറയല്. സാധാരണ കാരണന്മാർ അങ്ങനെ പറയലിട്ടാ. അപ്പൊ ഇത് കുറെ ആയിട്ട് ഇപ്പൊ ആരും ഉപയോഗിക്കില്ല, എന്നാൽ ഇതിനെ ഡിമാൻഡ് ആണ്. ആ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ച് പൊളിച്ചാണ്ട് കഴിക്കാം. അല്ലേ, അടിപൊളിയല്ലേ? സൂപ്പർ, പൊളിക്കും. വാ, അപ്പൊ നമ്മൾ പോത്തിന്റെ തല ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവാണ്. ആ, കട്ട് ചെയ്യട്ടാ. ആഹാ, ഇത് കട്ട് ചെയ്ത് വെച്ച തലച്ചോറ് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതില് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് ഇഞ്ചും വെള്ളുള്ളിയും കൂടെ ഇട്ടോ. കുറച്ചും കൂടെ ഇടാം. അപ്പൊ ഇതില് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അത് എന്തിനാണെന്നറിയോ? ഈ തലച്ചോറിന്റെ സ്മെല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും മഞ്ഞപ്പൊടി ഇഞ്ചും വെള്ളുള്ളിയും കൊണ്ട്. എന്നിട്ട് അതിന്റെ മേൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലൊന്നത് ക്ലീൻ ചെയ്യുന്നുണ്ട്. തലച്ചോറ് ഫ്രൈ ആക്കാനുള്ള അടുപ്പ് കത്തിക്കാൻ പോവാണ്. വെച്ചിട്ടോ. ആ, അപ്പൊ ചട്ടി ഏകദേശം ചൂടാൻ പോവാണ്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇട്ടോ ഒഴിക്കാൻ പോണത്. കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ്, കുരുമുളക്, ഇത് നാലും കൂടെ ചേർന്നിട്ട് ഇതിലാണ്ട് ഇടണം. അയ്യവാ, ശരിയായി പോയി. ഉള്ളി ഇടാം. ചൂടുകാലത്തൊക്കെ തിന്നാൻ പറ്റിയ ഐറ്റം തന്നെ. ചൂടുകാലത്തല്ല, തണുപ്പ് കാലത്തും ചൂടുകാലത്തും തിന്നാൻ പറ്റിയ ഐറ്റംസ് ആണ്. പക്ഷെ ഇത് പറഞ്ഞാൽ നമ്മള് കുടുംബത്തിലൊക്കെ ആദ്യമൊക്കെ പോത്തിന്റെ തലച്ചോറ്, ആട്ടിന്റെ തലച്ചോറ്, മൂരിന്റെ തലച്ചോറൊക്കെ വീട്ടുകാർ കൊടുന്നൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ കുറെ ആയിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ തലച്ചോറാണെങ്കിൽ കിട്ടാനുമില്ല. ഞാൻ ഇപ്പൊ 4-5 ദിവസമായി നമ്മള് ഈ കടയിൽ പോയി ചോദിക്കണം. അപ്പൊ നാളെ തരാന്ന് പറയും. അപ്പൊ ഇന്നിങ്ങോട്ട് മേടിച്ചു കൊടുന്നു ഞാൻ ആ സാധനം. ആ, നല്ല പോത്തിന്റെ തലച്ചോറാണ്, വലിയ പോത്തിന്റെ തലച്ചോറാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കറിവേപ്പില ഇടാൻ പോണത്. കറിവേപ്പില അത് അങ്ങോട്ട് ഇട്ടു. അത് നന്നായിട്ടൊന്ന് ഇളക്കി. ഉള്ളിന്റെ കളറ് മാറുന്നുണ്ടോ? ഒരു ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ വരുന്നത്. ഇഞ്ചും വെള്ളുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് ഇത് ഇടുന്നുണ്ട് ഇതില്. ഓക്കെ, റെഡി. ആഹാ, എന്താ കളറ്. ഉപ്പിട്ടിട്ടാ, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളകുപൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്, മീറ്റ് മസാല ഇട്ടാ, ശകലം ജീരകപ്പൊടിയാണ്. തക്കാളി ഉള്ളിയും കൂടെ അടിച്ചു വെച്ചാട്ടാ. തക്കാളി ഉള്ളിയും കൂടെ പേസ്റ്റ് ആക്കി അടിച്ചു വെച്ചതാണ്. ഇത് ഇതിലിടുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. യജ്മാതിരി സ്മെല്ലാണ് വരുന്നത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടത്. ആഹാ, എന്താ വാസന, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല കുഴമ്പ് മാതിരിയുള്ള ഒരു തരം മസാലയാണ്. നന്നായിട്ടുണ്ട് മസാല. പിന്നെ നമ്മളിതാ ഈ തലച്ചോറ് നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളുള്ളി ഇഞ്ചും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല വെള്ളത്തിൽ ചേർത്തിട്ട് കഴുകിയിട്ട് വെച്ചതാണിത്. നന്നായിട്ട് കഴുകിയിട്ട് വെച്ചതാണ്. അപ്പൊ നമ്മള് തലച്ചോറ് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാരും ശ്രദ്ധിക്കുക, തലച്ചോറ് ഇതിൽ ഇടുന്നുണ്ട്. ഇവിടെ കിടന്നിട്ട് മൂപ്പരിങ്ങനെ വെന്തോളും. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം കേട്ടോ. ഇതാണ് പോത്തിന്റെ തല. പോത്തിന്റെ തല തന്നെ ഇട്ടത്. പ്യൂർ സാധനമാണ്.
ഇനി ഒന്നുകൂടെ അടച്ചു വെക്കണ്ട കേട്ടോ. മൂടി തുറക്കാൻ പോവാണ്. മൂടി ഇടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇറക്കി കൊടുക്കട്ടാ. മൂടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട, അടിയിലൊക്കെ പിടിക്കും. അപ്പൊ ഇടക്കൊക്കെ ഒന്ന് ഞാനിതിന് 3-4 പ്രാവശ്യം തുറന്ന് ഇറക്കി കൊടുത്തതാണ്. വീണ്ടും ഞാൻ തുറക്കാൻ പോവാണ്. തുറന്നിട്ട് വീണ്ടും ഇറക്കി കൊടുക്കാൻ പോവാണ്. ഇനി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? അടുത്ത ചെയ്യാൻ പോണത് നമ്മൾ ഗരം മസാല ആണിത്. ഗരം മസാല ആയിട്ട് കുരുമുളക്, അതായത് നമ്മൾ സ്പൂൺ എടുത്തിട്ട് വേണമെങ്കിൽ ഇതിലൊരു സ്പൂൺ കൊണ്ട് എടുത്താൽ മതി. കുറച്ചും കൂടെ കൂടുതൽ ഇടണം, ഇത് നല്ലതാണ്. കുരുമുളകാണ് ഇതിന്റെ ടേസ്റ്റ്. മെയിനായിട്ട് കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഇത് ചെയ്യാൻ പോണ അറിയാം. ഇത് ഒരു കുറച്ച് തേങ്ങ എടുത്ത് അതിന്റെ പാലാണ്, തേങ്ങാപ്പാല്. അടിപൊളി ടേസ്റ്റ് ആയി തേങ്ങാപ്പാൽ എന്ന് കഴിഞ്ഞാല്. അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. അപ്പൊ ആഹാ, അതണ്ട ഇളക്കേണ്ടല്ലോ. ആ കളറും നന്നായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീയിൽ കിടന്നോട്ടെ കേട്ടോ. അപ്പൊ തന്നെ ഇറക്കണ്ട, ഒരു 5 മിനിറ്റ് ഇറക്കണ്ട കേട്ടോ. ഇനി നമ്മള് ഇതില് മല്ലിച്ചപ്പാണ്, കാലി മല്ലിച്ചപ്പട്ടാ. മല്ലിച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട് സംഭവം. നമ്മളെ നേക്കായിട്ട് നമ്മൾ വിചാരിച്ചാലും ഉഷാറായിട്ടുണ്ട് സംഭവങ്ങൾ. നല്ല കളറും നല്ല ഷോ ഉണ്ട് കാണാൻ. ഇത് നമ്മൾ പൊറാട്ടിലേക്ക് തന്നെ അടിച്ചാണല്ലോ, ഇത് പൂതിയിരൂല. അമ്മ ഒരു സാധനമാണിത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇത് ഇറക്കി ഈ ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ തലച്ചോറ് റെഡിയാണ്. അപ്പൊ അതിന്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പ്ലേറ്റിന്റെ മേലെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മേലെ ഓക്കെ, ബസ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ മേലെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ എന്തൊരു മൊഞ്ചാണ് സാധനം. പൊളിച്ചിട്ടോ സംഭവം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണത്, നന്നായിട്ട് ടേസ്റ്റ് ചെയ്യും. പ്ലേറ്റിൽക്കിട്, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കി, എന്നിട്ട് അഭിപ്രായം ഞാൻ പറയും. എന്നിട്ട് നിങ്ങൾ പറയണം അഭിപ്രായം എങ്ങനെയുണ്ട്. കാണാനൊക്കെ മഞ്ചല്ലേ? അഫ്സലിട്, എല്ലാരും ഇടും പ്ലേറ്റിക്ക്. ഒരെണ്ണം മതി. തിന്നപ്പോ റെഡി ആയിട്ട് ശരിക്കും തിന്നാൻ പോകട്ട. കണ്ടോളി, പൊറാട്ടിന്റെ കൂടെയാണ് തലന്റെ ഉള്ളിലുള്ള നമ്മളെ അടിപൊളിയായിട്ട് തലച്ചോറ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയാ? ബ്രെയിൻ. ബ്രെയിൻ നമ്മള് തലന്റെ ഉള്ളിലുള്ള തലച്ചോറ് നമ്മള് എന്തുണ്ടാക്കിയിട്ടാണിത്? കറി വെച്ചിട്ടാ, ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ല. കണ്ടല്ലോ, ഫ്രൈ ഗ്രേവി എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, കമന്റ് ചെയ്തോളിട്ടാ. അപ്പൊ പൊറാട്ടന്റെ ഒരു കഷ്ണം എടുത്തുകാണ്ട് ഇത് ഇങ്ങനെ എടുത്തുകാണ്ട് തിന്നാൻ പോകട്ടാ. എല്ലാരും കണ്ടോളിട്ടാ. കറാമ്പട്ട ഇട്ടാ, എല്ലല്ല കറാമ്പട്ടനും എല്ലല്ല. ഒന്നുകൂടി കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് അതിന്റെ രുചി അറിഞ്ഞിട്ട് പിന്നെ എന്റെ നാവ് സമ്മതിക്കണില്ല. ഉള്ളിലേക്ക് തിന്നോട്ടോ. നല്ല എരുണ്ട് കേട്ടോ, സൂപ്പർ സാധനമാണ്. നല്ല എരുണ്ട്. കുരുമുളകിന്റെ എരിവാണ്. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാട്ടാ. സത്യമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. അടിപൊളി സാധനം. പൊളിക്കോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിർബന്ധമായിട്ടും. കാരണം കാണാതെ പോയിട്ട് മുഴുവൻ തീർത്തും കാണണം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താലേ ഞങ്ങളെ കാര്യങ്ങൾ വിജയിക്കുള്ളൂ. വീണ്ടും നമ്മളൊരു വീഡിയോ എടുക്കുന്നത് വീണ്ടും നമുക്ക് അടക്കാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പൊ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്.